Hi friends, welcome back to the channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയാണ്. നമ്മൾ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് വഴിയോ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ബട്ട് ഫർദർ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുണ്ടാവില്ല സ്റ്റോക്ക് മാർക്കറ്റ് പറ്റി. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും ട്രേഡിങ്ങും ഡിമാറ്റ് അക്കൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒരു ബേസിക് ആയിട്ടുള്ളൊരു നോളജ് ഇല്ലയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഓപ്ഷൻസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, ബിറ്റ് കോയിനെ പറ്റി സംസാരിച്ചായിരുന്നു, ഒരു അക്കൗണ്ട് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് സംസാരിച്ചായിരുന്നു, മ്യൂച്വൽ ഫണ്ടിനെയൊക്കെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ബേസിക്കായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് ഞാനിപ്പോൾ പറയാം. നമ്മൾ ഈ വീഡിയോയിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് നമ്മൾ ആദ്യം പഠിക്കും, കമ്പനി എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നതെന്ന് നമ്മൾ പഠിക്കും, കമ്പനി എന്താണെന്ന് നമ്മൾ പഠിക്കും, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്ന് നമ്മൾ പഠിക്കും, സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ റോൾ എന്താണെന്ന് നമ്മൾ പഠിക്കും, ആൻഡ് നമ്മൾ പല ടെർമിനോളജി സ്റ്റോക്ക് മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന പല ടെർമിനോളജീസിനെയും പറ്റി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റോക്സ് അല്ലെങ്കിൽ ഷെയർസ് ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുന്ന ഒരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലേ. ഇപ്പോൾ തന്നെ മനസ്സിലൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും, സ്റ്റോക്കും ഷെയറും തമ്മിൽ എന്താ വ്യത്യാസം? സ്റ്റോക്കും ഷെയറും തമ്മിൽ വലിയൊരു വ്യത്യാസവുമില്ല. നമ്മൾ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഷെയർസിനാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കമ്പനീസിൻ്റെ ഷെയർസിനാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഷെയർസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെയാണ് അല്ലേ, ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ ഓണർഷിപ്പാണ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കമ്പനി എങ്ങനെ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്പനി എന്താണെന്ന് നമ്മൾ അറിയണ്ടേ. സോ രണ്ട് മെയിൻ ടൈപ്സ് ഓഫ് കമ്പനീസ് ആണുള്ളത്, ഒന്ന് പ്രൈവറ്റ് കമ്പനിയും ഒന്ന് പബ്ലിക് കമ്പനിയും. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷെയർസ് പ്രൈവറ്റ്ലി ട്രേഡഡ് ആയിരിക്കും അല്ലെങ്കിൽ പ്രൈവറ്റ്ലി ഓൺഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ആ ഷെയർസ്, പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസ് ഡയറക്റ്റായിട്ട് നമുക്ക് പോയി മേടിക്കാൻ പറ്റില്ല. സോ അത് തന്നെയാണ് മെയിൻ ഒരു വ്യത്യാസം പ്രൈവറ്റും പബ്ലിക് കമ്പനിയെ പറ്റി. പബ്ലിക് കമ്പനി ആണെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് നമുക്ക് സ്റ്റോക്സ് മേടിക്കണമെങ്കിൽ ആ കമ്പനിയുടെ ഷെയർസ് മേടിക്കണമെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ചിൽ പോയോ നമുക്ക് പർച്ചേസ് ചെയ്യാം. സോ അതാണ് മെയിൻ ഡിഫറൻസ് പബ്ലിക്കും പ്രൈവറ്റും തമ്മിൽ. ആ ഒരു ഡിഫറൻസ് മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. മറ്റ് പല ഡിഫറൻസുകളുണ്ട്. സോ അത് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നില്ല. സോ നമ്മൾ കമ്പനി എങ്ങനെ ഫോം ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. സോ ഞാൻ ഒരു ജ്യൂസ് കട തുടങ്ങി, ഒരു ലെമൺ ജ്യൂസ് വിൽക്കുന്ന ഒരു കട. സോ ഞാൻ റോഡ് സൈഡിൽ തന്നെ ഒരു ടേബിൾ ഇട്ടിട്ട് ഞാൻ ലെമൺ ജ്യൂസ് വിൽക്കുകയാണ്. സോ ഇതാണ് ബേസിക്കലി എൻ്റെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ബിസിനസ് ഒരു മാസമായിട്ട് കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്. ആൾക്കാർ പോകുന്ന ആൾക്കാരെല്ലാവരും ഇത് മേടിക്കുന്നുണ്ട്. സോ എനിക്ക് അത്യാവശ്യം സെയിൽസ് വരുന്നുണ്ട്, എനിക്ക് അത്യാവശ്യം പ്രോഫിറ്റും വരുന്നുണ്ട്. സോ എനിക്ക് എളുപ്പത്തിൽ ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒരു ഇൻവെസ്റ്ററിനെ കണ്ടുപിടിക്കും. സോ ഞാൻ ഈ ഇൻവെസ്റ്ററിൻ്റെ അടുത്ത് ചെല്ലും, അതുകൊണ്ട് ഇൻവെസ്റ്ററായിട്ട് എൻ്റെ ഐഡിയാസ് പറഞ്ഞു കൊടുക്കും. എനിക്ക് ഈ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ കേരള സ്റ്റേറ്റിൽ എനിക്ക് എല്ലായിടത്തും ബ്രാഞ്ച് തുടങ്ങണം എന്നാണ്, മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് തുടങ്ങണം എന്നാണ് ഞാൻ പുള്ളിയുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ പുള്ളി അഗ്രി ചെയ്ത്, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കമ്പനി ഫോം ചെയ്യും അല്ലേ. അപ്പോൾ ഞാൻ 50% ഓണർഷിപ്പും പുള്ളിയും 50% ഓണർഷിപ്പ്. സോ എൻ്റെ കയ്യിൽ അഡീഷണൽ ക്യാഷ് ഒന്നും എനിക്ക് ചിലവ് വന്നിട്ടില്ല. എൻ്റെ ഈ ഐഡിയയും എൻ്റെ ഈ ബിസിനസ്സാണ് എൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ പുള്ളിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം എനിക്ക് തരുന്നത്. സോ നമ്മൾ 50-50 ഷെയർസാണ്, 50% ഷെയർസ് എനിക്കും 50% ഷെയർസ് പുള്ളിക്കുമാണ്. സോ നമുക്ക് ഒരു ചെറിയൊരു കമ്പനി ഇപ്പോൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ. സോ ഇതാണ് ബേസിക്കലി ആയിട്ട് ഒരു കമ്പനി എങ്ങനെ ഫോം ചെയ്യണമെന്ന്. സോ ഞാൻ ഈ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സിൽ പോയിട്ട് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യും. എല്ലാ ബ്രാഞ്ചസും അത്യാവശ്യം പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കുന്നത്. സോ എനിക്ക് വീണ്ടും എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ വന്നു. സോ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ബിസിനസ് നാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സിലേക്ക് ഞാൻ ബിസിനസ് ഓപ്പൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ക്യാപിറ്റൽ റേസ് ചെയ്യും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ റേസ് ചെയ്യും. സോ ഇതിനാണ് ഞാൻ പബ്ലിക് കമ്പനിയായിട്ട് ഞാൻ എൻ്റെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ IPO ഇഷ്യൂ ചെയ്യും. IPO എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. സോ IPO വേറെ ഒന്നുമല്ല, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒരു കമ്പനി ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിന് IPO എന്നാണ് പറയുന്നത്. സോ IPO വഴിയാണ് ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. സോ IPO വഴിയാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ബിസിനസ് ഈ സ്റ്റേറ്റ് മൊത്തം എനിക്ക് പ്രോഫിറ്റബിൾ ആണ് അല്ലേ. സോ ഇത് കണ്ട് കുറേ ഒത്തിരിയധികം ഇൻവെസ്റ്റേഴ്സ് എൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, എൻ്റെ ഈ ലെമൺ ജ്യൂസ് വിൽക്കുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടും. സോ അങ്ങനെ ഞാൻ എൻ്റെ കമ്പനിയിൽ നിന്ന് കുറേ ഷെയർസ് ഞാൻ ഇഷ്യൂ ചെയ്യും. സോ ഇങ്ങനെ എനിക്ക് കുറേ ക്യാപിറ്റൽ എനിക്ക് വരും, കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. സോ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട്
എനിക്ക് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ കേരളയുടെ പുറത്തുള്ള സ്റ്റേറ്റ്സിലൊക്കെ എനിക്ക് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാനായിട്ട് എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ കിട്ടി. സോ ഇതാണ് ബേസിക്കലി ഒരു കമ്പനി. സോ ബേസിക്കലി ഒരു കമ്പനി ഇങ്ങനെയാണ് ഫോം ചെയ്യണം, ഇങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. സോ മനസ്സിലിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, സോ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെല്ലാവരും IPO വഴിയാണ് സ്റ്റോക്ക് മേടിക്കുന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് IPO വഴി ആണ് ആദ്യമായിട്ട് മേടിക്കുന്നത്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി മേടിക്കുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റോക്ക് മേടിക്കാനായിട്ട് ബൈ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെപ്പോലുള്ള മറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് നമുക്ക് പർച്ചേസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് SBI ബാങ്കിൻ്റെ ഷെയർസ് മേടിക്കാമെന്ന് വിചാരിക്കുക. സോ SBI ബാങ്കിൻ്റെ ആദ്യത്തെ IPO കഴിഞ്ഞ് മൾട്ടിപ്പിൾ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ് കൈമാറി പല ട്രേഡേഴ്സും കൈമാറിയിട്ടാണ് നമ്മൾ അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റോക്സ് മേടിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് വഴിയാണ്. സോ ഇന്ത്യയിൽ ടോട്ടൽ 8 സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഉണ്ട്, 8 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. സോ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അത് NSEയും BSEയും ആണ്. NSE എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും BSE എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. സോ BSE ആണ് ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സോ നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും നിഫ്റ്റി 100 പോയിന്റ് കയറി, സെൻസെക്സ് 500 പോയിന്റ് കയറി എന്നൊക്കെ. സോ ഈ സെൻസെക്സും നിഫ്റ്റി എന്ന് പറയുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള NSEയും BSEയുടെ ഇൻഡെക്സസ് ആണ്. ഓക്കെ, സോ ഈ 2 മെയിൻ ഇൻഡെക്സ് വെച്ചിട്ടാണ് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗ്രോത്ത് ഒക്കെ നോക്കുന്നത്, അല്ലേ? സോ ടോപ്പ് 50 കമ്പനീസിൻ്റെ വാല്യൂ ആണ് നിഫ്റ്റി 50യിലുള്ള വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലേ? പിന്നെ അതുപോലെ തന്നെ ടോപ്പ് 30 കമ്പനീസിൻ്റെ വാല്യൂ ആണ് നമ്മുടെ സെൻസെക്സിൻ്റെ വാല്യൂ എഫക്റ്റ് ചെയ്യുന്നത്. സോ ഈ 50 കമ്പനിയുടെ ഫ്ലക്ച്വേഷൻസ് ആണ് നിഫ്റ്റിയുടെ വാല്യൂവിൽ കാണിക്കുന്നത്. സോ ഇപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് വഴിയാണ്, അല്ലേ? അപ്പോൾ ഇപ്പോൾ മനസ്സിലൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും, നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്കൊരു അക്കൗണ്ട് വേണ്ടേ, അല്ലേ? സോ നമുക്കറിയാലോ, നമുക്ക് ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്കറിയാലോ. സോ ഇവിടെയാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് വരുന്നത്. സോ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് വേറെ ആരുമല്ല, നമ്മളും എക്സ്ചേഞ്ചും തമ്മിലുള്ള മിഡിൽ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ മിഡിൽ മാൻ ആണ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. സോ ബ്രോക്കേഴ്സ് വഴിയാണ് എക്സ്ചേഞ്ച് ഡീൽ ചെയ്യുള്ളൂ, നമ്മൾ വഴി ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്യില്ല എക്സ്ചേഞ്ചസ്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഒരു ട്രേഡിങ്ങും ഡിമാറ്റ് അക്കൗണ്ടാണ് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. സോ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ടിനാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ഡിമാറ്റ് അക്കൗണ്ട് വേറെ ഒന്നുമല്ല, നമ്മുടെ ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഷെയർസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഡിമാറ്റ് എന്ന് പറയുന്നത്. സോ ഡിമാറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് NSDLും CDSLും ആണ്. ഇവരൊക്കെ നാഷണലൈസ്ഡ് ആണ്, ഇവർ ഗവൺമെൻറ് കമ്പനീസാണ് NSDLും CDSL എന്ന് പറയുന്നത്. സോ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അല്ല നമ്മൾ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത്, നമ്മൾ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി മാത്രമേ ഉള്ളൂ സ്റ്റോക്ക് ബ്രോക്കർ. സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് NSDLും CDSLും ആണ്. സോ നിങ്ങൾക്കൊരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇന്ത്യയിലെ ലീഡിംഗ് ബ്രോക്കേഴ്സ് ആയിട്ടുള്ള സെറോദോ, അപ്സ്റ്റോക്സ് ആൻഡ് ഗ്രോ ആപ്പിൻ്റെ ലിങ്ക്സ് ഒക്കെ ഞാൻ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക്സ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ റെഫറൽ ലിങ്ക് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയൊരു ബോണസ് കിട്ടും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ സ്റ്റോക്ക് മാർക്കറ്റിൽ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ കീപ് വാച്ചിങ് അവർ വീഡിയോസ്. സീ യു നെക്സ്റ്റ് ടൈം.